അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനും അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ച് ആരോഗ്യവകുപ്പ്. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. വയസ്സാവുന്ന ചികിത്സിക്കാൻ വേണ്ടി പൈസ വേണ്ടി വരുന്നതുകൊണ്ട് അതിന് വേണ്ടി സേവ് ചെയ്യുന്ന ഒരു പ്ലാനും സ്കീമും ഒക്കെ പല ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രായമാകുമ്പോൾ കുറെ പൈസ ചികിത്സിക്കാൻ വേണമെന്ന് തീരുമാനിച്ചാണ് മലയാളി ശരാശരി വളരെ ജീവിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ പ്രോപ്പറായി തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റമാണ്. മനുഷ്യന് മാനസിക ഉല്ലാസം, ശരീരത്തിൽ വ്യായാമം ആവശ്യമുള്ളതിനേക്കാൾ അപ്പുറം മനസ്സിന് ഈ ശുദ്ധവായു എന്ന് പറയുമ്പോൾ മനസ്സിന് കുറച്ചൊരു റിലാക്സേഷൻ, മനസ്സിന് കുറച്ചൊരു സന്തോഷപ്രദമായ അന്തരീക്ഷം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലാതെ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അത് ആ കാര്യത്തിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ പുറമെയുള്ള ആളുകൾ വളരെ കൺസേൺഡ് ആണ്. ക്യാമ്പയിന് മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ആഹാര പ്രദർശനം നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ആവോല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമീന അഷ്റഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി സി കർത്ത, മൂവാറ്റുപുഴ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ എ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമോൻ പോൾ, പൈങ്ങോട്ടോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെജി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അടൂപ്പറമ്പ് ഡിവിഷൻ മെമ്പർ സഹീറ മജീദ്, ആവോല് പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ വത്സ ജോയി, ആയവന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹിദ എ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സമൂഹ യോഗയിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ വെൽനസ് സെന്ററുകളിലെ യോഗ ക്ലബ് അംഗങ്ങളും ആയുഷ് ഗ്രാം യോഗ സെന്ററുകളിലെ അംഗങ്ങളും യോഗ ഇൻസ്ട്രക്ടർമാരും പങ്കെടുത്തു. യോഗ ഡാൻസും ചടങ്ങിൽ നടത്തപ്പെട്ടു. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഇടതുകാൽ പിന്നിലേക്ക് നീട്ടി ശരീരം ഒരു വടി ചാരി വെക്കുന്നത് പോലെ ചതുരത്തെ ദണ്ഡാസനം. സാവധാനം അഷ്ടാംഗ നമസ്കാരം. നെഞ്ച് താഴെ നിലത്ത് നിർത്തപ്പെടുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനം. കാലുകൾ നിവർത്തി നീട്ടി വെക്കുക. തല ഉയർത്തി നെഞ്ച് നിർത്തി. ആയുഷ് സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിത രീതികളെക്കുറിച്ചും ഡോക്ടർ ജിൻഷ ആർ, ഡോക്ടർ ശ്രീകല, ഡോക്ടർ അറ്റു ജോയി, ഡോക്ടർ റോബിൻ കെ ജോസഫ് എന്നിവർ ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള CDS, ICDS പ്രതിനിധികൾ, ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നിർമ്മല കോളേജിലെ NSS, NCC വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ 265ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ.
ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.